രണ്ടിന്റെ നാവിറങ്ങിപ്പോയോ? എല്ലാം മര്യാദക്ക് നടന്നുകൊണ്ടിരുന്നതല്ലേ. ഇപ്പൊ എന്താണ് ഇത്ര വലിയ എടുത്താ പൊങ്ങാത്ത പ്രശ്നം ഉണ്ടായത് ഇവിടെ? എന്താടി ചേച്ചി ഇവിടെ എന്താ ഉണ്ടായെന്ന് ചേച്ചിയെടുത്ത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞില്ലേ. ഇനി എൻ്റെ ഭാഗത്താണ് തെറ്റെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് സോറി പറയാൻ തയ്യാറാണ്. സോറി. കഴിഞ്ഞു. കണ്ട ദേ ഇവിടെ നോക്ക്, കഴിഞ്ഞ് അവള് സോറി പറഞ്ഞു. ഇനിയിപ്പോ നിനക്കൊന്നും പറയാനില്ലല്ലോ. പോയി സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടോ എന്നാ ചെല്. എന്ത് കഴിഞ്ഞ് അവള് സോറി പറഞ്ഞില്ലേ? എങ്ങനെ സോറി പറഞ്ഞവള്? തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സോറി. ആർക്കെങ്കിലും തെറ്റായി തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ സോറി പറയുന്നു. ആർക്കാരടി ഇപ്പോഴും തെറ്റ് സമ്മതിച്ചാടി? എന്റെ ഭാഗത്തല്ലേലും ഒരു തെറ്റും ഇല്ല. ഈ വീട്ടിൽ നടക്കുന്ന കാര്യം എന്താണെന്നോ അത് മാത്രമേ ഞാൻ ചിത്രം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുള്ളൂ. ഈ വീട്ടിൽ അഥവാ അങ്ങനെ ഒരു സംഭവം നടന്നാൽ തന്നെ അത് മറച്ചു വെക്കല്ലേ വേണ്ടത്, അവിടെ പോയി പറയണ വേണ്ടത്. എടാ അത് പറഞ്ഞെങ്കിൽ തന്നെ ഇപ്പൊ എന്തും ആ ചിത്രേനോടല്ലേ. എടാ ഈ 4 വീട് അപ്പുറത്തുള്ള വീട്ടില് നടക്കുന്ന കാര്യങ്ങൾ നമ്മളാണെങ്കിൽ അറിയില്ല. അപ്പൊ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ആ കൊച്ചു അറിയൂലേ? നടക്കുമ്പോ അവരെല്ലാം കൂടെ മറ്റേ പഞ്ഞെടുത്ത് ചെവിയിൽ വെക്കും ചേച്ചി. അവരൊന്നും കേൾക്കുന്നില്ല. നീ പറയും പോലെ അല്ല കാര്യം. കാരണം ചിത്ര ഇന്ന് PTA മീറ്റിംഗ് വരും. ഞാൻ കയറി വലിയ ആളായിട്ട് അവിടെ സംസാരിക്കാൻ നിൽക്കുമ്പോഴാ ഇവിടെ എങ്ങാനും നോക്കി എന്നെ നോക്കി ചിരിച്ചാലുള്ള അവസ്ഥ വെച്ചാണ്. നീ പറ. എടാ അങ്ങനെയാണെങ്കിൽ ഞങ്ങള് കുടുംബശ്രീയിൽ എന്തെല്ലാം പറയണ്. എന്ത് ഇവിടുത്തെ കാര്യമാണോ നീ അവിടെ പറഞ്ഞത്? അങ്ങനെയല്ല എടാ, കൊച്ചൊരു പാവാണ്. അത് അങ്ങനെയൊന്നും ചെയ്യൂലടാ കനക. ആലോചിച്ച് നോക്കണം. ഞാൻ സ്റ്റേജിൽ കയറി ബോധം കെട്ട് വീണ കാര്യമാണ് അവള് വലിയ കാര്യത്തിൽ പറഞ്ഞത്. അതുണ്ടായ കാര്യല്ലേ? എടി അതെന്താണ് കാര്യം? എന്താണ് നീ എനിക്ക് ഒന്നും ഉണ്ടാക്കി തന്നില്ല. അന്ന് മിമിക്രിയുടെ പ്രാക്ടീസ് കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് കാപ്പി പിടിക്കുന്ന കാപ്പിയില്ല. ശരി ഒന്നും കഴിക്കാതെ പോയി. ഒരു മനുഷ്യനാകുമ്പോ കഴിക്കാതെ പോയ പ്രഷറോ ഷുഗറൊക്കെ കയറിയിട്ട് മരണടിച്ച് വീഴും. അത് തന്നെ കറക്റ്റ്. അല്ല ആരെ കണ്ട് പേടിച്ചിട്ടൊന്നും അല്ല. ഇതിനേക്കാൾ വലിയ സംഭവം ചെയ്തിട്ടുണ്ട്. പിന്നില്ലേ നീ പോയി അന്വേഷിച്ചു സ്റ്റേഷനിൽ. സത്യമായിട്ടും ചിത്ര എന്നോട് ഇങ്ങോട്ടാ പറഞ്ഞ ചേച്ചി. ആളുകളെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് എന്നെ കനകൻ ചേട്ടൻ അവിടെ ബോധം കെട്ടി വീഴുന്നത് സത്യമായിട്ടും. നീ ഒന്ന് ആലോചിച്ച് നീ ഇവിടെ കബഡി ടൂർണമെന്റ്, ഫുട്ബോൾ ടൂർണമെന്റ്, ക്രിക്കറ്റ് ടൂർണമെന്റ്, ഇതിനൊക്കെ പോലീസിന്റെ ഗ്യാങ്ങിൽ ഞാനുണ്ടായിരുന്നു. അവിടെ ഗംഭീരമായില്ലേ? ടീമൊക്കെ അന്തസ്സായിട്ട് തോറ്റിട്ടുണ്ട്. എടി SI സാർ അന്വേഷിച്ചിട്ട് കിട്ടാത്ത പ്രതികളെ, ഒരു തുമ്പില്ലാത്ത ആൾക്കാരെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് പിടിച്ചിട്ടുണ്ട് കറങ്ങാൻ. അറിയോ? ആ പ്രതികളൊക്കെ കുറ്റക്കാരല്ലാന്ന് പറഞ്ഞിട്ട് കോടതി വെറുതെ വിട്ടിട്ടുണ്ട്. സംസാരിക്കുമല്ലേ അവനോട്? ഇനി എന്ത് സംസാരിക്കാനാ ചേച്ചി? സംസാരിച്ചിടത്തോളം മതി. കടയിലും പോണ്ട, എങ്ങും പോണ്ട. ഇവിടെ കുറച്ച് കഞ്ഞി ഇരിപ്പുണ്ട്. 3 നേരം കഞ്ഞി വെച്ച് കുടിക്കട്ടെ. അതാ നല്ലത്. കഞ്ഞി വെച്ച് കുടിക്കണ്ട, കഞ്ഞി കുടിച്ചാ മതി. നീ ഇവിടെ എല്ലാം ഉള്ളതിന്റെ കൂടുതലാ. ചോദിക്കുമ്പോ സാധനം കൊണ്ടെങ്കിൽ ഇറങ്ങി കൊടുക്കല്ലേ ലോറി കണക്കിന്. അത് എന്ന് മതിച്ചിരിക്കാനുള്ളത്. അതിന്റെ ഇതാ. കടയിൽ പോണില്ലേ ഏട്ടൻ? പോണില്ല. കൊച്ചിന്റെ സ്കൂളിലും പോണില്ലേ? പറഞ്ഞെടുത്ത് കൊറേ ഒച്ചയിട്ട് കഴിഞ്ഞാൽ മനുഷ്യർ പേടിക്കുമല്ലോ. നിനക്കിപ്പോ സമാധാനായോ? അല്ലേ, ഇനി എന്റെ അടുത്തോട്ട് പോര്. ചേച്ചിയോടൊക്കെ പറഞ്ഞ എന്നെ വേണം പറയാനായിട്ട്.